അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മക്കളോടൊപ്പം മാതാപിതാക്കളുടെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് ആ കുട്ടിയും ഉമ്മയും തമ്മിൽ വേർപിരിയുന്നേയില്ല. നിരന്തരമായി അവർ കൂടെയുണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും മാതാപിതാക്കളുടെ സാന്നിധ്യം കുട്ടികൾക്കുണ്ടാവണം. ഉമ്മ ഒരു സ്നേഹപരിചരണമായി കൂടെ നിൽക്കുകയും വാപ്പ അതിനെല്ലാമുള്ള സഹായങ്ങൾ ചെയ്ത് ധൈര്യം നൽകി കൂടെ ഉണ്ടാവുകയും വേണം. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മാറ്റങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർ കൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്നത്തെ പുതുതലമുറയ്ക്ക് നല്ലൊരു ഭാവി നമുക്ക് പ്രദാനം ചെയ്യാനാവൂ. ഈ ഒരാശയം ഇപ്പോൾ പറയാനുള്ള കാരണം ഇന്നു രാവിലെ വായിച്ചൊരു കാര്യമാണ്. അതായത്, പേരമകനാൽ കൊല്ലപ്പെട്ട വല്യപ്പയും വല്യമ്മയും. അയൽവാസികൾ ചെന്നു നോക്കിയപ്പോഴാണ് അവർ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നും ഏതാനും ദിവസമായി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ മാനസിക പ്രശ്നമുള്ള 10-28 വയസ്സായിട്ടുള്ള ഒരു പേരമകനാണ് ഈ വല്യപ്പയെയും വല്യമ്മയെയും വകവരുത്തിയത്. 2 പേരെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തി. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്നൊരു കാര്യം, മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളിൽ നിന്ന് ഇത് സംഭവിക്കാം. പല സന്ദർഭങ്ങളിലും അദ്ദേഹം വയലൻ്റ് ആവുകയും പ്രശ്നങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? ഈ കുട്ടിയുടെ ഉമ്മ കൂടെയില്ല. അവർ വിവാഹം കഴിച്ച് വേറെ പോയതാണ്. ഒരു പക്ഷേ ഇത് മുമ്പുള്ള ഭർത്താവ് മരണപ്പെട്ടതോ വിവാഹമോചനം ചെയ്തോ എന്തോ ആവാം. അപ്പോൾ പൊതുവെ മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലാതെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് ഉപ്പയോ ഉമ്മയോ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. അവിടെ ഉമ്മമാർക്ക് ജോലി ഉണ്ടായി കുട്ടികളോടൊപ്പം താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ചില ആളുകളൊക്കെ ദൂര സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളമൊക്കെ കുട്ടികളെ വല്യമ്മയും വല്യപ്പയും ഏൽപ്പിച്ചു പോകാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ പുതുതലമുറയുടെ കുട്ടികളെ അധികവും നോക്കുന്നത് ഉമ്മമാരും വാപ്പമാരുമല്ല, വല്യപ്പമാരും വല്യമ്മമാരും. അത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കും. അവർക്ക് വേണ്ട സംരക്ഷണങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും കൊടുക്കാൻ കഴിയാതെ അവരുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ച് കൂടെ നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഇങ്ങനെ മാതാപിതാക്കൾ അകന്നു പോകുന്ന ആൾക്ക് പ്രവാസ ജീവിതം കൊണ്ട് വാപ്പയും ഉമ്മയും കിട്ടാത്ത എത്രയോ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ട് ഹോസ്റ്റലുകളിൽ കഴിയേണ്ടി വരുന്ന അനേകായിരം കുട്ടികളുണ്ട്. ഇതൊന്നും തെറ്റാണെന്നല്ല പറയണത്. പക്ഷെ കുട്ടികൾ നിൽക്കേണ്ടത് മാതാപിതാക്കളോടൊപ്പമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ശരിയായിട്ടുള്ള സംരക്ഷണവും ശരിയായിട്ടുള്ള പരിരക്ഷയും നൽകി അവരെ നല്ല കുട്ടികളായി വളർത്താൻ സാധ്യമാവുകയുള്ളൂ. പലപ്പോഴും വിവാഹമോചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കുട്ടികളെ മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. കുട്ടികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയിൽ നിന്നും കുട്ടികളെ അധികാരപൂർവ്വം കൊണ്ടുപോകുന്ന, ഡൈവേഴ്സിന് സമയത്ത് കൊണ്ടുപോകുന്ന പിതാക്കളുണ്ട്. അവർക്കൊരു ഉമ്മയില്ലാതെ ആ കുട്ടിയെ എല്ലാ കാലത്തും വളർത്തേണ്ടി വരുന്നു. എന്നാൽ ഉമ്മയോടൊപ്പമേ കുട്ടികൾ നിൽക്കൂ എന്ന് വരുമ്പോൾ വാപ്പയെ കാണാൻ കഴിയാതെ വളരുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വൈകല്യങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്കറിയുന്ന നമ്മുടെ കുട്ടികളും നമുക്ക് പരിചയമുള്ളവരുടെ മക്കളുമെല്ലാം നല്ല രൂപത്തിൽ മാതാപിതാക്കളോടൊപ്പം തന്നെ കഴിയുന്ന രൂപമുണ്ടാക്കാനും അവരോടൊപ്പം നിന്ന് അവർക്ക് സംരക്ഷണം നൽകാനും ശ്രമിക്കണം. അപ്പോൾ ചിലരൊക്കെ പറയും, ഹോസ്റ്റലുകളിൽ നല്ല തെർബിയത്തില്ലേ, നല്ല സംരക്ഷണമില്ലേ എന്ന് ചോദിക്കും. നാം വെറുതെ ചിന്തിച്ചാൽ മതി.
100 കുട്ടികൾക്ക് ഒരു വാർഡനോ 2 വാർഡനോ ആണ് ഉണ്ടാവുക. എന്നാൽ നമ്മുടെ വീട്ടിലോ 2 കുട്ടികൾക്ക് ഒരു വാപ്പയും ഉമ്മയും ഉണ്ട്. അപ്പോൾ 2:2 നമ്മുടെ വീട്ടിലെ അനുപാതമെങ്കിൽ അവിടെ 100:2 ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് എത്രമാത്രം ആ കുട്ടികളെ ശ്രദ്ധിക്കുവാനും അവരെ ഉപദേശിക്കുവാനും അവരെ സ്നേഹിക്കുവാനും കഴിയും ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. ഒരുപക്ഷെ അവർക്കൊരു സ്നേഹത്തിൻ്റെ പരിഗണന തന്നെ ലഭിക്കില്ല. കാരണം ഒരു ഹോസ്റ്റലിന് നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ കണിശമായി പാലിക്കപ്പെട്ടാലേ കുട്ടികളെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ശിക്ഷിക്കുവാനും ശാസിക്കുവാനും ഒക്കെ സമയമേ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട വാർഡന്മാർക്ക് ലഭിക്കും. ഇങ്ങനെ വരുമ്പോൾ സ്നേഹം ലഭിക്കാതെ എല്ലാ വീടുകളിൽ നിന്നുമുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളെയും അധാർമികതകളെയും ഒന്നിച്ചു സ്വീകരിച്ച് ഭാവിയിൽ വളരെ വലിയ ക്രിമിനലുകളായി മാറുന്ന കുട്ടികളും ഹോസ്റ്റലുകളിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാ ഹോസ്റ്റലുകളും അങ്ങനെയാണെന്ന് പറയുന്നില്ലെങ്കിലും നിവൃത്തിയില്ലാതെ ചിലപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർന്ന പഠനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലപ്പോൾ കുട്ടികളെ നിർബന്ധിതമായി നിർത്തേണ്ടി വരും. അവിടെയും മാതാപിതാക്കൾ ഒരു റിമോട്ടിൽ അവരോടുള്ള ബന്ധം, അകലെ നിന്നുകൊണ്ട് അവരോടുള്ള ബന്ധം ശരിയായി പാലിക്കുവാൻ ശ്രദ്ധിക്കണം. മാതാപിതാക്കളില്ലാതെ വളരുന്ന മക്കൾക്ക് ഒരു നല്ല സുരക്ഷിതമായ ജീവിതമോ ഭാവിയോ ലഭിക്കുക വളരെ പ്രയാസകരമായിരിക്കും.